അങ്ങനെ 2025 കഴിഞ്ഞിരിക്കുകയാണ്, 2006 കടന്നിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ ഐറ്റമായിട്ടാണ്. അതായത് ഒരു അടിപൊളി സാലഡാണ്. അപ്പോൾ ഒരു ക്യാരറ്റ്, 100 ഗ്രാം കാബേജ്, പിന്നെ ഡ്രസ്സിങ്ങിനായിട്ട് കുറച്ച് മല്ലിയില, പിന്നെ 2 മുട്ടയുടെ വെള്ള, കുറച്ച് കശുവണ്ടി, കുരുമുളക് പൊടി, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മധുരവും, പിന്നെ ഒരു നാരങ്ങ നീരും, ഒരു പകുതി നാരങ്ങ നീരും. അതിനെ കടായിൽ ഒലിവ് ഓയിൽ ഒഴിച്ച് മറ്റേ ക്യാബേജ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ട് ചെറുതായിട്ട് ഒന്ന് വഴഞ്ഞാൽ മതി. ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ക്യാരറ്റും കൂടി ചേർത്ത് ഇളക്കി നല്ല പോലെ യോജിപ്പിച്ച് ഒന്ന് ചൂട് തട്ടുമ്പോൾ തന്നെ ക്യാരറ്റിൻ്റെ പകുതി വേവ് മതി കേട്ടോ, അത്രയും മതി. പരത്തിയിട്ട് ചൂടാറാൻ അനുവദിക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഡ്രസ്സിങ് നമുക്ക് ചെയ്യാം. ഗ്രീൻ ഡ്രസ്സിങ്ങാണ് ഇതിലേക്ക് ചോദിച്ചത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം നാരങ്ങ ഒഴികെ ബാക്കിയെല്ലാം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ നാരങ്ങ നീര് നമുക്ക് പിഴിഞ്ഞൊഴിക്കണം. അതിൽ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് വേണം നമ്മളിത് അരയ്ക്കാനായിട്ട്. അങ്ങനെ അരച്ച് വരുമ്പോൾ തന്നെ ചെറുതായിട്ട് ഒരു ഒരു 1-2 ടീസ്പൂൺ പാലും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് അരയാനായിട്ട് എളുപ്പത്തിനായിട്ട് പാല് ചേർക്കുന്നത്. അരച്ച് കഴിയുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ വെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞ് കഷ്ണം ആപ്പിളും കുറച്ച് മുന്തിരിയും കൂടെ ഞാനിൽ ചേർക്കേണ്ട, ഉണക്കമുന്തിരി. ഇതെല്ലാം കൂടി ഇട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മീതെ ഈ ഗ്രീൻ സാലഡും കൂടി, ഗ്രീൻ ഡ്രസ്സിങ് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഷുഗർ ഉള്ളവർക്കും അതുമാതിരി ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് രാവിലെ വൈകുന്നേരമൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബൈ.